അഗലെ ഹഫ്തെ മേരി ഷാദി ഹെ ആപ് ദോനോ കോ ഇൻവൈറ്റ് കർനെ കെ ലിയെ മേ ആയ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെട്ടെന്ന് പോയി കല്ലെല്ലാം മുഴുവനായിട്ട് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഗലെ ഹഫ്തെ മേരി ഷാദി ഹെ, അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. അഗലെ ഹഫ്തെ, അഗലെ ഹഫ്തെ, ഹഫ്ത ഹഫ്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഴ്ച. അഗലെ ഹഫ്തെ അടുത്ത ആഴ്ച. അഗലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത, വരാൻ പോകുന്ന. അഗലെ ഹഫ്തെ വരുന്ന ആഴ്ച മേരി ഷാദി ഹെ. ഷാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം. മേരി എൻ്റെ, മേരി ഷാദി ഹെ എൻ്റെ കല്യാണമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ആപ് ദോനോ കോ മേ ഇധർ ആയ ക്യൂ ആപ് ദോനോ കോ ഇൻവൈറ്റ് കർനെ കെ ലിയെ മേ ആയ. ആപ് ദോനോ കോ, ആപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ, ആപ് ദോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാരുള്ളതിനെ കൊണ്ടാണ് ദോനോ എന്ന് പറയുന്നത്. മൂന്നാൾക്കാരുടെ തീനോ, നാലാൾക്കാരുടെ ചാറോ, അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ രണ്ടാൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ആപ് ദോനോക്കോ, നിങ്ങളെ രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവൈറ്റ് കർണേക്ക് ലിയെ. വെറും കർണേക്ക് ലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. കറോ, ഏ കറോ, ഓ കറോ, അത് ചെയ്യ്, ഇത് ചെയ്യ്. അരേ കർണയ്ക്ക മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കർണയ്ക്ക എന്താ ചെയ്യേണ്ടത്? കർണയ്ക്ക എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻവൈറ്റ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻവൈറ്റ് കർണേ കേലിയെ അതിന് വേണ്ടി, കേലിയെ അതിന് വേണ്ടി, ഇൻവൈറ്റ് കർണേ കേലിയെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ആയ, മേ ആയ ഞാൻ വന്നു, ആയ. കേലിയെ ഓ പെട്ടെന്ന് ഐഡിയ കിട്ടുന്നില്ല. കേലിയനെ കുറിച്ച് ഒരു ഉദാഹരണം കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ പറ്റിയെങ്കിലും ഒന്ന് ഉദാഹരണം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ആ ദോനോക്കോ പെട്ടെന്നുള്ള ഓരോരൊറ്റ വാക്കിൽ ഇങ്ങ് പറഞ്ഞു തീർക്കലാണ്, അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കളിക്കലൊന്നുമില്ല. കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിങ്ങ് പറയാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പറയാം. അതാണ് നമ്മളെ ക്ലാസ്. അപ്പോൾ ആ ദോനോക്കോ ഇൻവൈറ്റ് കർനെ കെ ലിയെ മേ ആയ, ഇധർ ആയ, ജറൂർ ആന, അല്ലെങ്കിൽ ജറൂർ ആവുകെ, എന്തായാലും വരണം. ജറൂർ ആന, ജറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും. തും ആവുകെ, നീ വരുമോ? ആ ജറൂർ ജറൂർ, ബിൽക്കുൽ ബിൽക്കുൽ, ജറൂർ ജറൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്നാണ് ഉണ്ട്. അപ്പൊ ജറൂർ ആന, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നുള്ളതാണ്. ജറൂർ ആന, തീർച്ചയായും വരണം. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ പലതരത്തിൽ നമ്മൾ ഹിന്ദി പഠിക്കുന്ന നേരം പല ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതാ മെരാ घर में जरूर आना, വീട്ടിലേക്ക് എന്തായാലും വരണേ, ഫംഗ്ഷൻ ഹേ, आपको इन्वाइट करने के लिए मैं आया, जरूर आना, जरूर आना, തീർച്ചയായും വരിക, जरूर आना, भूलना मत എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക എന്നുള്ള, ഭൂൽന മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുത് എന്നുള്ളതാണ്. കർണാ മത്ത് ചെയ്യരുത്, സോച്ന മത്ത് ചിന്തിക്കരുത്, ദേഖ്ന മത്ത് നോക്കരുത്. അപ്പോൾ അവിടെ മത്ത് എന്ന് വരുന്നത് അരുത് എന്നുള്ള. അപ്പോൾ ഭൂൽന എന്നല്ലേ, ബോൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നുള്ള. ബോൽന മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയരുത് എന്നാണ്. അങ്ങനെ പറയരുത്, ഏസാ ബോൽന മത്ത്, അപ്രകാരം നീ പറയല്ലേ. അപ്പം ഭൂൽന മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒക്കെ പഠിച്ചല്ലോ, ഓരോരോ വാക്കുകൾ പഠിച്ചു വരുന്നുണ്ടല്ലേ. അപ്പോൾ അന്നേരം പറയാം, ഹം ദോനോക്കോ വഹാ ക്യാ കാം. പ്രായമുള്ള ആൾക്കാരാണ് രണ്ടാൾക്കാർ, അത് ആദ്യം പറയാൻ വിട്ടുപോയതാ. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രില്ല് പോകുന്നു വിചാരിച്ചിട്ടാണ്. രണ്ടാൾക്കാർ പ്രായമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം. അപ്പോൾ പറയാം, ഹം ദോനോക്കോ വഹാ ക്യാ കാം. ഹം ദോനോക്കോ, ഞങ്ങൾ രണ്ടുപേർക്കും. ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ, ഹം ദോനോക്കോ ഞങ്ങൾ രണ്ടുപേർക്കും. വഹാ ക്യാ കാം, വഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. അപ്പോൾ പറയല്ലേ, നമ്മൾ പറയല്ലേ, തും വഹാ ജാവോ, നീ അവിടത്തേക്ക് പോട്. അല്ലെങ്കിൽ നമ്മൾ പറയും യഹാ ആവോ, ഇവിടെ വാ, യഹാ ബേട്ടോ, ഇവിടെ ഇരിക്കൂ, യഹാ ബേട്ടോ. യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. അപ്പോൾ വാക്കുകൾ ഇങ്ങനെ വരുന്ന കണ്ടില്ലേ. എല്ലാം എഴുതാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആൾക്കാർക്ക് പറയാൻ മനസ്സിലാവും. അപ്പോൾ ഹം ദോനോക്കോ വഹാ ക്യാ കാം, അവിടെ എന്ത്, ഞങ്ങൾക്ക് എന്ത് ജോലി. നിങ്ങൾ പ്രായമുള്ള ആൾക്കാർ. കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി. അപ്പനെ ബേട്ടേക്കോ ബേച്ചേക, ഹം അപ്നെ ബേട്ടേക്കോ ബേച്ചേക, ഹം അപ്നെ ബേട്ടേക്കോ ബേച്ചേക. ഞങ്ങൾ അപ്പനെ, നമ്മളെ തന്നെ സ്വന്തം, ബേട്ടേക്കോ മകളെ അല്ലെങ്കിൽ മകനെ അയച്ചു തരാം. ബേച്ചേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുക എന്നുള്ളതാണ്. ഹം അപ്നെ ബേട്ടേക്കോ ബേച്ചേക, ഞങ്ങൾ ആളെ മക്കളെ അയച്ചു തരാം. ബേച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരേ ബേച്ചന ബേജോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അയക്കുക എന്നുള്ളതാണ്. അപ്പം ബേജേക അയക്കും, ഞങ്ങൾ ബേജേക അയച്ചു തരാം. നമ്മളെ കുട്ടിനെ അയച്ചു തരാം, മകനെ അയച്ചു തരാം.
അല്ലാണ്ട് ഞമ്മക്ക് അവിടെ വന്നിട്ട് ഒരു കാമുമില്ല, ഒരു ജോലിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്രയും പറയാനാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് അടിക്കുക, നിങ്ങൾ ആവശ്യക്കാരിലൊക്കെ ഷെയർ ചെയ്യും, വമ്പം വിജയമാക്കുക നമ്മുടെ പരിപാടി. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. നന്ദി.